ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഇവിടുത്തെ സൺറൈസ് ക്യാമൽ റൈഡിന് പോവാം കേട്ടോ. 7:30 നല്ല തണുപ്പുണ്ട്. നമ്മൾ സഹാറ ഡെസേർട്ടിൽ നിന്ന് സൺറൈസ് ആണ്. പുള്ളി ഇങ്ങനെയൊക്കെ കെട്ടി തന്നിട്ടോ. ഞങ്ങൾ സൺറൈസ് കണ്ടോണ്ടിരിക്കുക. വേർത്തായിരുന്നു. ഞങ്ങൾ എണീറ്റ് അടിപൊളി സൺറൈസ് ആട്ടോ. അടിപൊളിയില്ലേ? കണ്ണ് മൊത്തത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ മണലെല്ലാം ഗോൾഡൻ കളറായി. മണ്ണ് ഭയങ്കര സോഫ്റ്റ് ആണ്. ഓർത്തിടണേ, ബാക്കി അറിയാൻ പാടില്ല, മറന്നുപോയി ഞാൻ. നമ്മൾ സഹാറ ഡെസേർട്ടിന്റെ സാൻഡ് സുവനിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ സൺറൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ദിഹ്യ ഡെസേർട്ട് ക്യാമ്പിലാട്ടോ. ഇവരുടെ സർവീസും ഫുഡും എല്ലാം ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. നമ്മളിതേ ചെക്ക് ഔട്ട് ചെയ്യാനായി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞട്ടോ. നമ്മുടെ ഡ്രൈവർ ഇവിടെ വന്നിട്ടുണ്ട്, ഫുഡ് കഴിക്കാന്നാണ് പറഞ്ഞത്. അപ്പം അടിപൊളി സ്റ്റേ ആയിരുന്നു. ഒരു ദിവസം ഡെസേർട്ടിൽ ഫുള്ളി എൻജോയ് ചെയ്ത്. അനൂസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പർ. സോ ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നല്ല ലോങ് ജേർണി ആണെങ്കിലും നല്ല വേർത്തായിരുന്നു കേട്ടോ. സൺറൈസ് ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു. കറക്റ്റ് ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നിട്ട് ഫുള്ള് ഗോൾഡൻ സാൻഡൊക്കെ ആയിട്ട്. ഇവിടെ വെയിലായി കഴിഞ്ഞാൽ തന്നെ ചൂടാവും. മാക്സിമം 25 ഡിഗ്രി വരെയാവും. രാത്രി നല്ല തണുപ്പാവും. ഒരു 3-2 ഡിഗ്രി ഒക്കെ ആവും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ തിരിച്ച് മറാക്കേഷ് പോവാണ്. 12 hours അടുത്ത ജേർണി ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ. അപ്പോൾ ലോങ് ജേർണിയാണ്. എന്നിട്ട് നമുക്ക് ഇന്ന് രാത്രി നമ്മൾ മറാക്കേഷിലെത്തും. എന്നിട്ട് നമ്മൾക്ക് നാളെ മറാക്കേഷിൽ കുറച്ചധികം സ്ഥലങ്ങൾ കാണാനുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ കണ്ട് മറ്റന്നാൾ ഞങ്ങൾ തിരിച്ചു പോകും. എന്നെ കാണാൻ അറബീനെ പോലെ ഉണ്ടല്ലോ പൊന്ന നിന്നെ കാട്ടറബിയാണോ? അത്ര കാട്ടർ It's a race or it's a race. Oh, nice. Desert race അല്ലേ? Desert race. ഞങ്ങൾ തിരിച്ചു പോകുന്നത് അക്കേഷ്യ വാലി കൂടെയാണ്. ഇത് മെയിൻലി ക്യാമൽ കഴിക്കണ ഒരു മരമെന്നാണ് പറഞ്ഞ്. എത്ര ചൂടുണ്ടെങ്കിലും ഇതിവിടെ വളരും. അതുപോലെ തന്നെ അതിന് ചെറിയ മുള്ളൊക്കെ ഉണ്ട്. അതും ക്യാമൽ കഴിക്കും എന്നാണ് പറഞ്ഞത്. നമ്മളതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. അപ്പം എല്ലായിടത്തും പോലെ തന്നെ ബ്രെഡ് ഉണ്ട്. ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് ഒലിവ്സ് ആണ്. ആൻഡ് ഇത് സെഫ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് നമ്മുടെ സേമിയൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവരെന്തായിട്ടേക്കണേന്ന് അറിയില്ല, ഇതൊക്കെയൊക്കെയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് നട്ട്സാണ്, ചോക്ലേറ്റ് പൗഡർ, അതുപോലെ തന്നെ വനില പൗഡർ, സേമിയോ. അതാണ് സംഭവം. നമ്മൾ ഫസ്റ്റ് ഡേ ട്രാവൽ ചെയ്തപ്പം വാങ്ങിയ മീറ്റ് ബോൾസ് അല്ലേ, മീറ്റ് ബോൾസ് ആണത്. മീറ്റ് ബോൾസ് തെഹീനി അല്ലേ ആണ്. അതിൽ ഒലിവ്സ് ഇതിനകത്ത് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഡിസേർട്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ജേർണിയാണ്. റിട്ടേൺ 8 മണിക്കൂറാട്ടോ എക്സാക്ട്ലി എടുത്തത്, ഇൻക്ലൂഡിങ് ലഞ്ച് ബ്രേക്ക് ഒക്കെ കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നപ്പം ഒരു ദിവസം ഇടയിൽ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ വന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഇൻ ബിറ്റ്വീൻ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ്ലി നമ്മൾ മറാക്കേഷ് എത്തി. ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾ മറാക്കേഷ് എത്തി. ആൻഡ് നമ്മളൊരു ഓൾറെഡി ഒരു ഈ നൈറ്റിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇൻ ചെയ്ത ഉടനെ ഞങ്ങൾ തനി മൊറോക്കൻ ട്രഡീഷണൽ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. വി ആർ ഇൻ ഷോക്ക്. ഞങ്ങൾ ഇത്രയും ദിവസം ഇവരെ പറ്റിക്കരുത്. ഞങ്ങൾ തനി ടൂറിസ്റ്റുകളായിട്ട് ഞങ്ങള് ചായ കുടിച്ചു കൊടുത്തു. ഒരു ദീർഘത്തിന് ചായ കുടിച്ചിട്ട് വന്ന് ഇല്ല, 10 ദീർഘത്തിനാണ് ഞങ്ങൾ ചായ കുടിച്ചത് ആദ്യ ദിവസം. ഇപ്പൊ ഞങ്ങൾ 1 ദീർഘത്തിനാണ് കുടിച്ചത്. ഞങ്ങൾ ഇത്രയും ദിവസം ഫുഡൊക്കെ കഴിച്ചിരുന്നത് നമ്മുടെ ആ ഒരു റിയാദിൻ്റെ അടുത്തുള്ള, അതായത് ടൂറിസ്റ്റ് ഏരിയയുടെ അടുത്തുള്ള ഫുഡിൻ്റെ അവിടെ നിന്നായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് മൊറോക്കൻസ് ട്രൈ ചെയ്യണം. ഫുള്ള് മൊറോക്കൻസ് മാത്രമുള്ള സാധാ പെട്ടിക്കടയിലൊക്കെ പോയി ഫുഡ് കഴിച്ചപ്പോഴാണ് അറിഞ്ഞ് ശരിക്കും നമ്മളിപ്പോൾ 10 ദിർഹം കൊടുത്തിരുന്ന ചായക്ക് വെറും 1 ദിർഹം ഉണ്ടായിരുന്നു. റോസും ഫ്ലവേഴ്സും ഉണക്കിയിട്ട് വിൽക്കുക കേട്ടോ, മറ്റേ കത്തിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട്.
ഇൻ കേസ് വരുവാണെങ്കിൽ ഇതേ ഇതാണ് ആ കോർണർ. ആ കോർണറിലുള്ള ചായക്കടയുടെ ചായക്കടക്ക് പേരൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ അറിയില്ല. ആ സാധനം പറഞ്ഞാൽ മതി. ഇങ്ങനെ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ് പക്ക ഇവര് കൂടുതൽ മൊറോക്കൻസ് കഴിക്കണത് നോക്കി തപ്പി ഇറങ്ങിയേക്കാട്ടാ. അല്ലാതെ പോഷായിട്ടോ ടൂറിസ്റ്റുകാർ പോണ സ്ഥലം ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട്. എനിക്കും അതെല്ലാം കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ഫുഡൊക്കെ ട്രൈ ചെയ്തു. ഇത് ഇവിടുത്തെ മെയിനാണ്. ഞങ്ങൾ ഡേ 1 മുതൽ എല്ലാ ദിവസവും കഴിക്കുന്നതാണ്. പൊമഗ്രാനേറ്റ് പക്കാ പ്യുവർ ആയിട്ട് ഒരു ഷുഗറോ വാട്ടറോ ആഡ് ചെയ്യാതെ അതിങ്ങനെ സ്ക്വീസ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ഭയങ്കര ടേസ്റ്റ് ആയിട്ടായി ജ്യൂസിന്. സൂപ്പർ. നമ്മളെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ. ഇത്തരം ഒരു വെള്ളം പോലും കൂട്ടാതെ ഷുഗറും ആഡ് ചെയ്യാതെ കേട്ടോ. ഞങ്ങളതാ അടുത്തത് കരിമ്പൻ ജ്യൂസ് കേട്ടോ. ഇത് ജമാൽ ഫന എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ മെയിൻ സ്ഥലം കേട്ടോ. ഇവിടെ എപ്പോഴും പെരുന്നാൾ പോലെയാണ്. നമ്മളിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. 15 മിനിറ്റ് നടക്കാനുണ്ട് നമുക്ക്. നമ്മളിപ്പോൾ പോകണം നമ്മുടെ നേരത്തെ താമസിച്ചിരുന്ന റിയാദിൻ്റെ അടുത്തുള്ള ഫുഡ് സ്ട്രീറ്റിലാട്ടോ ഫസ്റ്റ് ടൈം നമ്മൾ പോയിട്ടുണ്ടാകും. അപ്പോൾ എന്തേ ഇങ്ങനെ സ്ട്രീറ്റിലെല്ലാം ഓറഞ്ച് മരത്തിൽ ഓറഞ്ച് ട്രീ ഓറഞ്ച് ഉണ്ടായിട്ടിരിക്കും. ഓറഞ്ച് ട്രീ ഉണ്ടായിട്ട് ഓറഞ്ച് ഉണ്ടായിട്ടിരിക്കുക കേട്ടോ. കണ്ടോ, ഇതാണ് മറാക്കേഷ്. രാത്രി ഫുൾ ഓണാണ്, നൈറ്റ് ലൈഫ് മൊത്തം. ഇത് നമ്മുടെ ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ബീഫിന്റെ ലിവർ ഉണ്ട്, ബീഫിന്റെ ഒരു കിഡ്നി പീസ് ഉണ്ട്. എല്ലാം കൂടെ 15 ദിർഹം. ബാർബിക്യൂ ചെയ്തിട്ട് എല്ലാം ബാർബിക്യൂ ചെയ്തിട്ട് അതിനകത്ത് ടൊമാറ്റോ സോസ് ഉണ്ട്, അതിനകത്ത് സാലഡ് ഇട്ടിട്ടുണ്ട്. ഒരു ബ്രെഡിന്റെ അകത്ത് പൊതിഞ്ഞു വന്നിരിക്കുന്ന സാധനം, നമ്മുടെ ഒരു സാൻഡ്വിച്ച് പോലെ. ഇത് 12th സെഞ്ചുറിയിലെ ഒരു മോസ്ക് ആട്ടോ, കൊത്തുബാന്ന് എന്തോണ് ഇതിനെ പറയണേ. അപ്പം നമ്മൾ നാളത്തെ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്ന നമ്മൾ ഓൺ ദ വേ ഇതിപ്പോൾ കണ്ടുകൊണ്ട് എന്തായാലും നമ്മൾ ഇതിനെ ഇനിയിപ്പം ലാസ്റ്റിലേക്ക് വെക്കുള്ളൂ, ടൈം ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങള് വീഡിയോ എടുത്തിട്ടുണ്ട് ചേട്ടാ. അത് ഒരു ഫുള്ള് ഫുഡാട്ടാ. നമുക്ക് അത് ആടിന്റെ തലയൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ ഉത്സവം പറമ്പി വന്നൊരു ഫീലാണ്. കുറെ നാൾക്ക് ശേഷിയില്ല നമ്മൾ ഇത്രയും ഒച്ചപ്പാടുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കുറച്ചധികം ഫുഡ് കഴിച്ചിങ്ങനെ ചെറുതായിട്ട് ഒരു ഷേക്കും കൂടി കുടിക്കാൻ വിചാരിച്ചു. ഇവിടെ മൈലാഞ്ചിട്ടനെ ഒരുപാട് പേരെന്റെ പുറകെയാണ് കണ്ടിട്ടാ. ഫുള്ള് മറ്റേ പെരുന്നാളിന്റെ തലേന്ന് കൊച്ചിയിൽ പോയൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്യണേ. എന്താ അറിയില്ല, ട്യൂസ്ഡേ നൈറ്റ് ആണ്, പക്ഷെ ഇത്രയും തിരക്ക് എന്താ അറിയില്ല കേട്ടോ. ചൊവ്വാഴ്ച മാർക്കറ്റ് ആയിരിക്കും ചിലപ്പോ. ഞങ്ങളറിയാതെ ഇങ്ങനെ വന്നത് നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. അപ്പോൾ നമ്മളിത് വീണ്ടും ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നിട്ടാ. വീണ്ടും അവക്കാഡോ ഓർഡർ ചെയ്തു. അപ്പോഴാണ് ഈ പഴം വെച്ചിട്ട് അവർ മിക്സ് ചെയ്ത് കുടിക്കുന്നത്. അപ്പം നല്ല നാളെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവരെത്ര മണിക്കാ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാ? രാവിലെ. ഇവിടുത്തെ ഷേക്ക് ഇവിടെ വന്ന് എന്തായാലും മസ്റ്റ് ട്രൈ ആട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.